I've been bullied a lot. യുഎയിലെ ആദ്യ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ സുവാദ് അൽ ഷംസിയുടെ കഥ കേട്ട് ക്ലാരയുടെ കണ്ണു നിറഞ്ഞു. മീഡിയ വൺ ഹെയർ സ്റ്റോറിയിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനെത്തിയ ആ സെക്യൂരിറ്റിക്കാരി എങ്ങനെയാണ് ആൾക്കൂട്ടത്തിന് മുന്നിൽ കരയുന്നത്? കണ്ണുനീരിന് കുറുകെ അവൾ തടകെട്ടി പുഞ്ചിരിച്ചു. സുവാദിന്റെ ഓരോ വാക്കുകളും അവളിൽ ആത്മവിശ്വാസം പകർന്നു. പിന്നിട്ട വഴികളിൽ സുവാദ് അനുഭവിച്ച പലതും അവൾക്കും അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഹെയർ സ്റ്റോറി വേദിക്ക് പുറത്തെത്തിയാൽ സുവാദിനെ നേരിൽ കണ്ട് സംസാരിക്കാൻ തന്നെ ക്ലാര തീരുമാനിച്ചു. My name is Clara. I'm from Nigeria. I am from a family of 9. I'm the first daughter. I'm the first child. My dad is late. But this family I come from, they don't believe that a woman can become something. This is everywhere. But you are here now. Yeah. 9 മക്കളുള്ള നൈജീരിയൻ കുടുംബത്തിൽ മൂത്തവളായിരുന്നു അവൾ. അച്ഛനവൾ ക്ലാരയായപ്പോൾ അമ്മയ്ക്ക് ഒലീവിയ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബം. മൂത്ത മകളായ ക്ലാരയ്ക്കും കുടുംബഭാരം ചുമലിലേൽക്കേണ്ടി വന്നു. അറിയപ്പെടുന്ന ഒരു ഷെഫ് ആവുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ ചുറ്റുമുള്ളവർ പരിഹസിച്ചു. I love cooking. Wow. And I'm good with that. I have been neglected a lot. I've been bullied a lot. Listen. Life, you are here now. It's in all the world. Not only in Nigeria, not only in UAE, not everywhere. ഒരു പെൺകുട്ടി അവളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നത് അവർക്ക് അംഗീകരിക്കാനോ സങ്കല്പിക്കാനോ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. കുടുംബം പോലും അവളെ വിശ്വസിച്ചില്ല. പക്ഷേ തോൽക്കാൻ ക്ലാര തയ്യാറായില്ല. പൊരുതി. ഒന്നുമില്ലായ്മയിൽ നിന്നും പരിഹാസത്തിൽ നിന്നും ആത്മവിശ്വാസത്തിന്റെ ചിറകുകൾ വിരിച്ച് നൈജീരിയയിൽ നിന്ന് പറന്നുയരാൻ ക്ലാര തീരുമാനിച്ചു. സ്വപ്നങ്ങളുടെ നഗരമായ ദുബൈയിലേക്ക്. ഇന്ന് ക്ലാരയ്ക്ക് അവളുടെ സ്വപ്നങ്ങൾ വിദൂരമല്ല. You have to believe in your heart with your brain. Trust me, tomorrow if you want to be in that position you can. You choose what you want. പരിഹാസങ്ങൾക്ക് മുന്നിൽ തളരാതെ തന്റെ സ്വപ്നത്തെ കൈയെത്തിപ്പിടിച്ച് യുഎയിലെ ആദ്യ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയതായിരുന്നു സുവാദ് അൽ ഷംസിയുടെ കഥ. ഒരു പെൺകുട്ടി ആകാശത്തിൽ മുത്തമിടാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ക്ലാരയ്ക്ക് നേരിട്ട സമാന അനുഭവം അവർക്കും നേരിടേണ്ടി വന്നു. തളരാതെ പോരാടിയ സുവാദിന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് തന്നെ കൂടെ നിന്ന കാഴ്ച പിന്നീട് ലോകം കണ്ടു. ആ അനുഭവ കഥ മീഡിയ വൺ ഹെയർ സ്റ്റോറി വേദിയിലൂടെ ക്ലാരയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. I was really inspired by her story, and she made me to believe that I can really do it. ക്ലാരയുടെ ആഗ്രഹത്തിന് കൂടെ നിൽക്കാമെന്ന് വാക്ക് നൽകി ക്ലാരയെ നെഞ്ചോട് ചേർത്താണ് സുവാദ് അൽ ഷംസി മടങ്ങിയത്. Start cooking from your home, social media, just put it and slowly. One day you will not have only one restaurant, you will have a group of restaurants. Just believe in yourself. Yes, ma'am. And we will support you. Promise. ക്ലാര എന്ന പേരിനർത്ഥം പോലെ ക്ലാരയും തിളങ്ങട്ടെ. അക്ഷയ് പേരാവൂർ, മീഡിയ വൺ, ദുബായ്.